എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 44-ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര ജയശങ്കര. അജ്ഞാനപതി ആത്മശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ നിഷ്പദന്തി ശംഭോ സ്മാരംഭം ആരം ജയേട്ടൻ്റെ എന്തോ ഒരു എറർ ഉണ്ടായിരുന്നു. പ്രാർത്ഥന ഇത് കഴിഞ്ഞുവെന്ന് എനിക്ക് വിശ്വാസ് സാറിന്റെ മ്യൂട്ടാണ്. ശിവസമാരംഭാം ശങ്കരാചാം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. അടുത്ത ഇന്നത്തെ ക്ലാസ്സിലേക്ക് വിശ്വാസ് സാറിനെ വളരെ കേൾക്കുന്നുണ്ടോ? ഹോൾഡാണോ? വിളിച്ചു കൊടുക്കുന്നു. കേൾക്കാം. ജ്യോതിഷേ ഹോൾഡ്. ജയേട്ടന്റെ കുറച്ച് എന്തോ എറർ വന്നിരുന്നു. എനിക്ക് തുറക്കം ഇപ്പോഴും കാണുന്നില്ല ചേട്ടന്. എന്റെ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ കേൾക്കാം. ശരി, അപ്പൊ തുടങ്ങിക്കട്ടെ. ഓ ആയിക്കോട്ടെ, വളരെ സന്തോഷം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. കഴിഞ്ഞ വർഷം നമ്മൾ രാമായണത്തിന്റെ ഒരു ആമുഖമാണല്ലോ പറഞ്ഞു വെച്ചതല്ലേ. വാൽമീകിയെ കുറിച്ചും രാമായണ കഥയുടെ ഒരു താത്വികമായ അംശത്തെ കുറിച്ചുമാണ് പറഞ്ഞു വെച്ചത്. ഇനിയും നമുക്ക് രാമായണത്തിന്റെ കഥയിലേക്ക് ഞാൻ കടക്കാത്തത് നമ്മളെല്ലാം കഥ അറിയാവുന്നവരാണ്. പിന്നെ ഞാൻ വെറുതെ കഥ വിസ്തരിച്ചൊരു കാര്യമില്ല. പക്ഷെ കഥയ്ക്കകത്ത് അതിനൊരു ആധ്യാത്മിക പരിവേഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഋഷികവി. അതുകൊണ്ടാണ് പിന്നീട് അധ്യാത്മ രാമായണം എന്ന പേരിൽ തന്നെ ഒരു രാമായണം ഉണ്ടാവാൻ കാരണം കൊണ്ട് തന്നെയായിരുന്നു. അതിൽ ആധ്യാത്മികതയുടെ ഒരു ചരട് ആദ്യന്തം നമുക്ക് രാമായണത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അതെന്താണെന്ന ഒരു അന്വേഷണം കൂടി നമുക്ക് നടത്തിയിട്ട് നമുക്ക് രാമായണത്തിന്റെ എന്തെങ്കിലും സംശയങ്ങളെ തീർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രശ്നം ചെയ്യുക. കാരണം രാമായണം ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന കഥയായതുകൊണ്ടാണ്. രാമായണം കഥയിലെ തുടക്കം അയോധ്യ രാജധാനിയിൽ ദശരഥൻ എന്നൊരു രാജാവ്. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവാത്തതാണ്. നയോധ്യ അയോധ്യ. യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവാത്തത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവില്ല എന്ന് അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? വെള്ളപ്പൊക്കവും സുനാമിയും അതുപോലെ ഭൂകമ്പം ഒക്കെ വന്നപ്പോൾ നമുക്ക് യുദ്ധം ചെയ്ത് നമ്മുടെ കഴിവ് കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്ന അല്ല ഈ പ്രപഞ്ചം നമുക്ക് ശരിക്കും മനസ്സിലായി.
അതുകൊണ്ട് രാമായണകാരൻ ഋഷി ഈ പ്രപഞ്ചത്തിന് കൊടുത്തൊരു പേരാണ് അയോധ്യ എന്ന. യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവാതിരിക്കുക വെച്ചാൽ വരുന്നതിനെ അനുഭവിക്കല്ലാതെ അതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ. എന്തു വന്നാലും അതിവിടെ ഉണ്ടാവാം. ഭൂകമ്പം ഉണ്ടാകാം, അതിവൃഷ്ടി ഉണ്ടാകാം, അനാവൃഷ്ടി ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാവാം. അഗ്നിബാധ ഉണ്ടാവാം. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളാണ്. അതിനൊന്നും നമുക്ക് അതിക്രമിച്ച് കിടക്കാൻ പറ്റില്ല, അതിജീവിക്കണം. അപ്പൊ ഇതാണ് അയോധ്യ എന്നൊരു രാജധാനി. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ദശരഥൻ എന്ന ഒരു രാജാവ്. ദശരഥൻ 10 രഥമുള്ളവനാണ്. രഥം എന്ന വാക്കിന് ഉപനിഷത്തിന്റെ ഭാഷയിൽ അത് ഇന്ദ്രിയങ്ങളുടെ സങ്കല്പങ്ങളാണ്. കഠോപനിഷത്തൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ് ഇന്ദ്രിയാണി ഹയാനാഹുർ മനഃപ്രഗ്രഹേവച. ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ കുതിരകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം 10 രഥം എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയങ്ങളുടെ പ്രതിനിധികളാണ്. അപ്പൊ 10 ഇന്ദ്രിയങ്ങളോട് കൂടി ഒരു ജീവൻ ഈ പ്രപഞ്ചത്തിൽ ഉദയം ചെയ്തു, ജനിച്ചു, ആവിഷ്കരിച്ചു എന്നർത്ഥം. അതാണ് ദശരഥൻ. അപ്പൊ ദശരഥൻ ഒരു വ്യക്തിയല്ല, ഒരു ജീവന്റെ പേരാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവന്റെ ആവിഷ്കാരമാണത്. 10 ഇന്ദ്രിയങ്ങളോട് കൂടിയൊക്കെയാണ് നമ്മളൊക്കെ ജനിക്കുക. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഇതോടു കൂടിയാണ് എല്ലാവരും ജനിക്കുന്നത്. അങ്ങനെ ദശരഥനായി ഒരു രാജാവ്, ഒരു ജീവൻ ഈ പ്രപഞ്ചത്തിൽ ആവിഷ്കരിച്ചു ഉണ്ടായി. അങ്ങനെ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങളോട് കൂടി ജനിക്കുന്ന ഒരാൾക്ക് 3 ഗുണങ്ങൾക്ക് അധീനനാവേണ്ടി വരും. അവിടെ ത്രിഗുണങ്ങൾക്ക് അധീനനാവേണ്ടി വരും. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണം. ഈ 3 ഗുണങ്ങൾക്ക് അധീനനായിട്ട് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദശരഥനായ ഒരു ജീവാത്മാവ്, ഒരു ജീവൻ 3 ഗുണങ്ങളിൽ കൂടിയേ സഞ്ചരിച്ചു പോകാൻ പറ്റുള്ളൂ. ഈ 3 ഗുണങ്ങളാണ് ഈ ദശരഥന്റെ 3 ഭാര്യമാർ. സത്വം, രജസ്, തമസ്. 3 പേരും ഓരോ ഗുണത്തിന്റെ പ്രതീകമാണ്. കൗസല്യ സത്വഗുണത്തിന്റെ, സുമിത്ര രജോ ഗുണത്തിന്റെ, കൈകേയി തമോ ഗുണത്തിന്റെ. ഇതൊക്കെ നമുക്കറിയാം ഈ കഥയിലൂടെ. അപ്പം 3 ഗുണങ്ങളിൽ കൂടി മാത്രമേ ദശരഥന് പോകാൻ പറ്റുള്ളൂ. ദശരഥന് മാത്രമാണ് 3 പത്നിമാർ. സൂര്യവംശ രാജാക്കന്മാരൊക്കെ ഏകപത്നി വ്രതന്മാരാണ്. പക്ഷെ ദശരഥന് മാത്രം 3 പത്നിമാരുണ്ടാവും. അപ്പൊ ഈ രാമായണം കഥ ഇത് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാകും. ഈ ത്രിഗുണങ്ങളുടെ പ്രതീകമായ ഈ 3 പത്നിമാരെ സ്വീകരിച്ചു. ഒരു ജീവൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായാൽ, ജനിച്ചു വീണാൽ ഈ ത്രിഗുണങ്ങൾക്ക് അധീനരാകും. ഏതെങ്കിലും ഗുണം, 3 ഗുണവും തമ്മിലുണ്ടാവും. ഏറിയും കുറഞ്ഞു ഇരിക്കുമെന്ന് മാത്രം. അങ്ങനെ ത്രിഗുണങ്ങൾക്ക് അധീനനായി ഒരു ജീവൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായാൽ, ദശരഥൻ 3 പത്നിമാരെ സ്വീകരിച്ചാൽ അവരിൽ കൂടി 4 അവസ്ഥകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, 4 അവസ്ഥ. ഈ 4 അവസ്ഥയിൽ കൂടി വേണം ഇങ്ങനെ സഞ്ചരിച്ചു പോകാൻ. അതുകൊണ്ട് ദശരഥന് ഈ ത്രിഗുണാത്മകയായ 3 പത്നിമാരിൽ കൂടി 4 പുത്രന്മാരുണ്ടായി. 3 പത്നിമാരിൽ 3 പുത്രന്മാരല്ല, 4 പുത്രന്മാർ. അതൊക്കെ ഈ കഥ പരിശോധിക്കുമ്പം ഈ തത്വം ബോധ്യപ്പെടുത്താനാണ് നമുക്ക് ബോധ്യമാവും. 4 പുത്രന്മാരുണ്ടാകുന്നു 4 അവസ്ഥകളിൽ കൂടി. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം. അതില് ജാഗ്രതും സ്വപ്നവും ഒന്നിച്ചിരിക്കത്തേ ഉള്ളൂ എപ്പോഴും. അവരെ വേർപെടുത്താനാവാത്തതുപോലെ അവർ ചേർന്നിരിക്കും. ജാഗ്രതത്തിന് സ്വപ്നത്തിലൂടെ പോകാൻ പറ്റും, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരികയും ചെയ്യാം. ഇത് രണ്ടും ഒന്നിച്ചിരിക്കുള്ളൂ. അതുകൊണ്ട് രാമലക്ഷ്മണന്മാർ ഒന്നിച്ചായി. ഇവർ ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും പ്രതീകമാണ് രാമലക്ഷ്മണന്മാർ. അവർ ഒന്നായി, സുഹൃത്തുക്കളായി, കൂട്ടുകാരായി. 4 മക്കളിൽ 2 പേർക്ക് തമ്മിൽ സൗഹൃദമുണ്ടാക്കാൻ ഉള്ള കാരണം ഋഷി കണ്ടുപിടിച്ചത് ഇത് തന്നെയാണ്. ഇവർ 2 പേരും. അല്ലെങ്കിൽ ഈ രാമന് ഭരതനോടോ ശത്രുഘ്നോടോ ആകാമായിരുന്നു. അത് രണ്ടുമില്ലാതെ രാമന് ലക്ഷ്മണനോട് സൗഹൃദം ഉണ്ടാക്കാൻ കാരണം ഇവർ 2 പേരും ജാഗ്രതും സ്വപ്നവുമാണ്. അത് ഒന്നിച്ചേ ഇരിക്കാൻ പറ്റുള്ളൂ.
പിന്നുള്ള രണ്ടുപേര് സുഷുപ്തിയും തുരീയവുമാണ്. അതാണ് ശത്രുഘ്നും ഭരതനും ശത്രുഘ്നും. അത് നമുക്ക് ഈ കഥയിൽ കൂടി, ഭരതന്റെ കഥയിൽ കൂടിയും ശത്രുഘ്ന്റെ കഥയിൽ കൂടിയും ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇവ രണ്ടുപേരും സുഷുപ്തിയുടെയും തുരീയത്തിന്റെയും വസ്തുക്കൾ. മറ്റു രണ്ടുപേരും ജാഗരൂകരായിട്ട് ഓടി നടന്ന് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് ജാഗ്രതും സ്വപ്നവും. രാമലക്ഷ്മണർ അങ്ങനെയാണ്. അവരുടെ സൗഹൃദം ഒരേപോലെ മുമ്പോട്ട് ചേർന്ന് പോകുന്നു. അങ്ങനെ 4 അവസ്ഥകളുടെ പ്രതീകമായി 4 പുത്രന്മാർ ഉണ്ടായി. അപ്പം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാവാത്ത അയോധ്യ എന്ന ഈ പ്രപഞ്ചത്തിൽ ദശരഥനായി 10 ഇന്ദ്രിയങ്ങളോടുകൂടി ഒരു ജീവൻ ആവിഷ്കരിക്കുന്നു. ആ ജീവൻ ത്രിഗുണങ്ങളിൽ കൂടി 4 അവസ്ഥകളിൽ നിലനിൽക്കുന്നു, സഞ്ചരിച്ചു പോകും. അങ്ങനെ 4 അവസ്ഥയിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇനിയും വേണ്ടത് ഈ ജീവന് അല്ലെങ്കിൽ ജീവാത്മാവിന് അവശ്യം വേണ്ടത് ജനിച്ചു കഴിഞ്ഞാൽ, സംസ്കാരങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസമാണ് ആദ്യത്തെ സംസ്കാരം. ബാക്കിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നപ്രാശനാദികളായ സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസമാണ്, ഉപനയനമാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് ഒരു ഗുരു ആവശ്യമാണ്. അങ്ങനെ വിശ്വാമിത്രൻ എന്നൊരു ഗുരുവിനെ അവിടെ നിയോഗിക്കുന്നു. ആ വിശ്വാമിത്രൻ എന്ന ഗുരുവിൽ കൂടി പഠിപ്പ് വേണ്ടത് 2 പേർക്കേ ഉള്ളൂ, ജാഗ്രതയും സ്വപ്നത്തിനും. സുഷുപ്തിക്കും തുരീയത്തിനും പഠിപ്പ് ആവശ്യമാണ്. അവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇവർക്ക് 2 പേർക്കാണ് ലക്ഷ്മണന്റെ അടുക്കലെ, അതിനാണ് വിശ്വാമിത്രന്റെ അടുക്കിലേക്ക് പോയി പഠിക്കാനുള്ള അവസരം കിട്ടുന്നത്. ജാഗ്രതത്തിനും പഠിപ്പ് വേണം, സ്വപ്നത്തിനും വേണം. സുഷുപ്തിക്കും തുരീയത്തിനും ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇവരെ 2 പേരെ വിശ്വാമിത്രനിലേക്ക് സമർപ്പിക്കുന്നു. വിശ്വാമിത്രൻ ഇവരെയും കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ഗുരു ഒരു ശിഷ്യനെ ഉപദേശിക്കാൻ തുടങ്ങുന്നത് അക്ഷരങ്ങളോ അക്ഷരമാലകളോ ഗായത്രിയോ ഒന്നും മാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തുക. പിന്നെ എന്താണ് വേണ്ടത്? ആദ്യമായിട്ടും വേണ്ടത് ശിഷ്യന്റെ ശരീരധർമ്മത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കരുത്ത്, ഒരു ബലം ഉണ്ടാക്കിക്കൊടുക്കണം. അപ്പൊ ശരീരത്തിന്റെ അടക്കാനാവാത്ത ധർമ്മം എന്താണ്? ദാഹവും വിശപ്പും. ഈ 2 ധർമ്മങ്ങളെ നമുക്ക് അടക്കാൻ പറ്റില്ല. ഉറക്കവും അങ്ങനെയാണ്. ഈ 3 എണ്ണത്തെ നമുക്ക് അടക്കാൻ പറ്റില്ല. നിയന്ത്രിക്കാം. ദാഹം കുറച്ച് മാറ്റി വെക്കാം, വിശപ്പ് കുറച്ച് മാറ്റി വെക്കാം, ഉറക്കവും കുറച്ച് മാറ്റി വെക്കാം. അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ഈ 3ലേക്ക് അകപ്പെടാതെ 3ൽ നിന്നും അവരെ കുറേശ്ശെ അകറ്റി മാറ്റി നിർത്താൻ ആവശ്യമായ 2 മന്ത്രങ്ങളാണ് വിശ്വാമിത്രൻ ആദ്യം കൊടുക്കുന്നത്, ബലയും അതിബലയും. ദാഹവും വിശപ്പും ഇല്ലാതാക്കാനല്ല, നിയന്ത്രിക്കാൻ. ദാഹത്തെയും വിശപ്പിനെയും നിയന്ത്രിക്കാനുള്ള ഈ മനോഹരങ്ങളായ 2 മന്ത്രങ്ങൾ ആണ് ഇവരെ ആദ്യം പഠിപ്പിക്കുന്നത്. അതിന്റെ ആശയം, ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പ്രവേശിക്കുന്ന ഒരു ശിഷ്യൻ അവശ്യം വേണ്ടത് ശരീരത്തിന്റെ ധർമ്മത്തെ നിയന്ത്രിക്കണം. 2 മണിക്കൂർ വെള്ളം കുടിക്കാതിരിക്കാൻ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ, ഉറങ്ങാതിരിക്കാൻ ഒരു ശീലം ആദ്യം വേണം. ഇത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ടും വിശ്വാമിത്രൻ ഈ 2 മന്ത്രങ്ങൾ ഈ കുട്ടികൾക്ക്, ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ശരീരധർമ്മത്തെ നിയന്ത്രിക്കാൻ ശീലിച്ചാൽ പിന്നെ അനിയന്ത്രിതമായ ധർമ്മം മനസ്സിന്റെ ധർമ്മമാണ്. അപ്പം മനസ്സിനെ ശരിക്കും അടക്കി നിർത്താനുള്ള ശീലം ഉണ്ടാക്കി കൊടുക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല. മനസ്സിൽ 100 കണക്കിന് ഭാവങ്ങൾ കടന്നുകൂടിക്കൊണ്ടേയിരിക്കും. 1 അല്ല 2 അല്ല, അനേകം വരും. അതിൽ അനിയന്ത്രിതമായ 2 ഭാവമാണ് കാമവും ക്രോധവും. കാമത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അഥവാ നിയന്ത്രിച്ചാൽ വീണ്ടും വരും. കാമത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ആദ്യം അടക്കേണ്ടത് കാമത്തെയാണ്. കാമനകൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ്. ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് ഏറ്റവും അധികം ആഗ്രഹങ്ങൾ കടന്നുകൂടുന്നത്. ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. എന്ത് കണ്ടാലും അതെനിക്ക് വേണം എന്നുള്ള കാമന. അതാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും മഹത്തായ ഒരു വലിയ ധർമ്മം. ഇതാണ്, അതെനിക്ക് വേണം. ഇതെന്തിനാണ്, എനിക്ക് ആവശ്യമുണ്ടോ, ഉപയോഗമുണ്ടോ, ഇതൊന്നും ചിന്തിക്കില്ല. ഒന്നും ചിന്തിക്കാനാവില്ല. അതെനിക്ക് വേണം, അത്രേ ഉള്ളൂ.
നമ്മൾ ധാരാളം അനുഭവിച്ചാണ്. കുട്ടികളെ കൊണ്ട് കടകൾ തോറും പോകുമ്പോൾ കടയിൽ കാണുന്ന എന്ത് സാധനം അവർക്ക് വേണം. അതിന് അവർക്ക് ഉപയോഗം ഉണ്ടോ എന്ന് അവർക്ക് അറിയില്ല. നമ്മൾ പറയും നിനക്ക് ഒരു ഉപയോഗം ഇല്ലാതെ, പക്ഷെ അത് വേണം. അത് കാമനയാണ്, അത് കാമങ്ങളാണ്. അത് വിദ്യാർത്ഥികളായിരിക്കുമ്പോഴാണ് കാമകൾ കൂടുന്നത്. എന്ത് കണ്ടാലും എനിക്ക് വേണം, എനിക്ക് വേണം. കാരണം എന്റെ ഭംഗി ഓർത്തോ ഒന്ന് അത് കാരണം അത് എനിക്ക് വേണം, എന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ കാമത്തെ ഇല്ലായ്മ ചെയ്യണം. എങ്ങനെ കാമത്തെ ഇല്ലാതാക്കാൻ പറ്റും? കാമത്തെ ഇല്ലാതാക്കിയാൽ അപ്പ കോപം വരില്ലേ? ഇത് വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് വെച്ചാൽ അപ്പം എന്ത് ചെയ്യും? കോപമാവും. അതിനാണ് കാമത്തെ നീട്ടി വെക്കണം. ഇന്ന് വരുന്ന ആ കാമത്തെ സാധിച്ചു കൊടുക്കാൻ അല്ല പുറപ്പെടേണ്ടത്, നീട്ടിവെക്കണം. ഇന്നല്ല നാളെ മേടിച്ചു തരാം, ഇന്ന് പൈസ ഇല്ല, ഇന്ന് അല്ലെങ്കിൽ സമയമില്ല, ഇന്ന് അതില്ല, എന്തെങ്കിലും കാരണം പറഞ്ഞ് അതിനെ പതുക്കെ മാറ്റിവെക്കണം. അന്നുകൊണ്ട് ആ കാമന തീരും. പിറ്റേ ദിവസം വേറൊന്ന് വരും, അതും മാറ്റിവെക്കണം. പിറ്റേ ദിവസം വേറൊന്ന് വരും. ഇങ്ങനെ ഒരു ചെറിയ കൺട്രോളിങ് കൊണ്ട് മാത്രമേ കാമത്തെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ല പെട്ടെന്ന് കാമത്തെ അടിച്ചു തൂക്കി ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരിക്കലും തരില്ല എന്ന് പറയുന്നത് തരാം, പിന്നാട്ട്, നാളെയാട്ട് എന്നിങ്ങനെ പറഞ്ഞ് മാറ്റി വെക്കണം. മാറ്റി വെച്ചാൽ പതുക്കെ പതുക്കെ അത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇതൊരു വലിയ ട്രീറ്റ്മെന്റാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ ഋഷി നൽകിയ ഒരു മനോഹരമായൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാണ്. ഇത് പതുക്കെ മാറ്റി കൊണ്ടുപോകാം. അങ്ങനെ ഈ കാമത്തെയാണ് ആദ്യം അടക്കി നിർത്താൻ ശീലിക്കേണ്ടത്. അതിനെ കാമസ്വരൂപിണിയായ താടകയെ കാണിച്ചു. കാമത്തിന്റെ പ്രതീകമാണ് താടക. കൊല്ലൂ രാമ ഈ താടകയെ. ഈ കാമത്തെ ഇല്ലായ്മ ചെയ്യണം. കാമത്തെ അടക്കി മാറ്റിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ പുറകെ ഓടി നടക്കേണ്ടി വരും. ഒന്നിനു പുറകെ ഒന്നായിട്ട് ലെവലില്ലാതെ കാമനകൾ വന്ന് നമ്മെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ആ കാമത്തെ അടക്കണം. അതാണ് താടകയെ നിഗ്രഹിക്കൽ, താടകയെ അടക്കൽ. അങ്ങനെയാണ് ആദ്യം അത് കാണിച്ചു കൊടുക്കും. അങ്ങനെ താടകയെ അടക്കി കഴിഞ്ഞാൽ ഈ കാമത്തെ എവിടെയെങ്കിലും അടക്കി നിയന്ത്രിച്ചാൽ കാമത്തിന്റെ രണ്ട് സഹോദരന്മാർ അപ്പച്ചാടി വീഴും, രാഗവും ദ്വേഷവും. ഇപ്പൊ രണ്ടുപേരാണ് കാമത്തിന്റെ സഹോദരന്മാർ. അപ്പൊ രാഗദ്വേഷങ്ങളെ കൂടി എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. കാമത്തെ നിഗ്രഹിച്ചാൽ അപ്പ വരുന്നതാണ് രാഗദ്വേഷം. ഈ രാഗദ്വേഷത്തിന്റെ പ്രതീകമാണ് മാരീചനും സുബാഹു. അപ്പം താടകാവധം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അടക്കേണ്ടി വരുന്നത് ഇവർ രണ്ടുപേരെയാണ്. അതില് ദ്വേഷത്തിന്റെ പ്രതീകമാണ് സുബാഹു, രാഗത്തിന്റെ പ്രതീകമാണ് മാരീചൻ. സുബാഹുവിനെ കൊന്നുകളയണം, ദ്വേഷത്തെ ഇല്ലായ്മ ചെയ്യണം. കുതശ്ചിത് പ്രതിഹതാത് കാമാത് ക്രോധോഭിജായതേ. ഏതെങ്കിലും തരത്തിൽ കാമത്തിന് തടസ്സമുണ്ടായാൽ ആദ്യം വരുന്ന കോപമാണ്. അപ്പം കാമത്തെ ഉപസംഹരിച്ച് നീക്കി വെച്ചാൽ പിന്നെ കോപത്തിന് പ്രസക്തിയില്ല, പിന്നെ കോപം വരില്ല. ഏത് കോപത്തിന്റെയും കാരണം കാമനകളെ ബാധിക്കാതെ പോകുന്നതാണ് ഉറപ്പാണ്. കുതശ്ചിത് പ്രതിഹതാത് കാമാത്. ഏതെങ്കിലും തരത്തിൽ കാമത്തിന് പ്രതിഹതി ഉണ്ടായാൽ, നാശമുണ്ടായാൽ അപ്പോഴുണ്ടാകുന്ന പേരാണ് കോപം എന്ന്. അപ്പൊ കാമത്തെ അടക്കിയാൽ കോപത്തെ നിയന്ത്രിക്കാം. അങ്ങനെ താടകയെ കൊന്നാൽ സുബാഹുവിനെ നിഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ കാമത്തെയും ക്രോധത്തെയും ഇല്ലായ്മ ചെയ്തിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. ഇത് രണ്ടുമാണ് ഇന്നത്തെ കുട്ടികളെ കടന്ന് ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. കാമനകളെ ബാധിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ ഓടി നടന്ന് എന്തും സാധിച്ചോളൂ. അത് അവരുടെ കോപത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ. കോപത്തെ കൂട്ടിക്കൊണ്ടെന്ന് അനിയന്ത്രിതമാകും. കോപം കൂടിക്കഴിഞ്ഞാൽ തിരിച്ചറിവ് നഷ്ടപ്പെടും. അച്ഛനാണോ, അമ്മയാണോ, ജ്യേഷ്ഠനാണോ, സഹോദരനാണോ, ഗുരുവാണോ, ഇതൊന്നുമോ അന്നേരം ആ വിവേകം നഷ്ടപ്പെടും. കോപം വർദ്ധിച്ചാൽ വരുന്ന ദോഷം അതാണ്. അതുകൊണ്ടാണ് കുട്ടികളിൽ കാമത്തെ ഇല്ലായ്മ ചെയ്യുക, തൊട്ടുപുറകെ കോപത്തെയും അടക്കുക. പക്ഷേ രാഗത്തെ ഇല്ലായ്മ ചെയ്യരുത്, നശിപ്പിക്കരുത്. രാഗം വേണം. രാഗത്തെ നല്ല വഴിക്ക് തിരിച്ചുവിടണം. രാഗത്തെ ഈശ്വരോന്മുഖമായ നല്ല വഴിയിലൂടെ രാഗത്തെ തിരിച്ചുവിടണം. ഭൗതികമായ ദുഷ്ടവഴികളിൽ കൂടി രാഗത്തെ തിരിച്ചു വിട്ടാൽ ആ രാഗം വളർന്ന് അനുരാഗമായി കലാശിച്ച് നമ്മെ തന്നെ നശിപ്പിക്കാൻ കാരണമാകും. അതിന് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. രാമായണത്തിൽ കൂടി ഇങ്ങനെയുള്ള ജീവിത തത്വങ്ങൾ
അതിമനോഹരമായി കവി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് അറിയാത്തത് നമുക്ക് മനസ്സിലാവാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം രാഗത്തിന്റെ പ്രതീകമായ മാരീചനെ കൊന്നില്ല. മാരീചനെ അമ്പെയ്ത് കടൽ വീഴ്ത്തി, അവിടെ കുളിപ്പിച്ച് പരിശുദ്ധനാക്കി അക്കരെ കടത്തി ആശ്രമം കെട്ടി ഒരു താപസനായി അവിടെ താമസിപ്പിക്കാണ് രാമായണം ചെയ്തത്. മാരീചനെ കൊല്ലാഞ്ഞത് രാഗത്തെ നശിപ്പിക്കരുത്. കുട്ടികളുടെ രാഗം വേണം. ആ രാഗം ഈശ്വരനോട്, ജ്ഞാനത്തോട്, അറിവിനോട്, ഭക്തിയോട് നല്ല വഴിയിലേക്ക് തിരിച്ചുവിടണം. അതാണ് ഒരു ഗുരുവിന്റെയും മാതാപിതാക്കളുടെയും പ്രധാനപ്പെട്ട കർത്തവ്യം, ഈ വഴിയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അങ്ങനെ രാഗത്തെ നല്ല വഴിയിലേക്ക് വിട്ടു, കാമക്രോധങ്ങളെ ഇല്ലായ്മയും ചെയ്തു. ഇപ്പോൾ ഇവൻ തികച്ചും അറിവ് സ്വീകരിക്കും, ജ്ഞാനപ്രാപ്തിക്ക് കരുത്തുള്ളവരായി. ഈ ജ്ഞാനം സ്വീകരിക്കാനുള്ള കരുത്താണ് കുട്ടികൾക്ക് വേണ്ടത്. ഇന്ന് ആ കരുത്തില്ല. ഒരു ആധ്യാത്മിക ജ്ഞാനം സ്വീകരിക്കാൻ അവർക്ക് ആവില്ല, അവർക്ക് ഉള്ളിൽ കൊള്ളില്ല, അത് അങ്ങോട്ട് കയറാനുള്ള ബലം ഉള്ളിലില്ല. ഇത്രയും അവരെ ഒരുക്കി പ്രിപ്പറേഷൻ കൊടുത്ത് പാകമാക്കിയാൽ മാത്രമേ അവർക്ക് ആത്മജ്ഞാനം സ്വീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് വിശ്വാമിത്രൻ ഇനിയും ഇവരെ കൊണ്ടുപോകേണ്ടത് ആത്മജ്ഞാനത്തിലേക്കാണ്. ആത്മജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് വിദേഹ രാജധാനി, ജനകന്റെ രാജധാനി. അതുകൊണ്ട് ഈ രാമലക്ഷ്മണന്മാരെ ഇനി കൊണ്ടുപോകുന്നത് ജനകപുരിയിലേക്കാണ്. ജനകപുരി അന്നത്തെ ഭാരതത്തിലെ എല്ലാ ഋഷീശ്വരന്മാർക്കും ആത്മജ്ഞാനം വിളമ്പിക്കൊടുക്കുന്ന ഒരു വലിയ പാഠശാലയാണ്. അവിടെ നിന്ന് ആത്മജ്ഞാനം കിട്ടുകയുള്ളൂ. എല്ലാ മഹർഷിമാരും അവിടെ നേടിപ്പോകുന്നവരാ. അങ്ങനെ ഈ രാമലക്ഷ്മണന്മാരെ വിദേഹം എന്ന വാക്കിനർത്ഥം ദേഹം ഞാനല്ല എന്ന ബോധമാണ്. ദേഹം ഞാനല്ല എന്ന് ബോധ്യപ്പെട്ടാലേ ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നാൽ ആത്മജ്ഞാനം ഉപദേശിക്കാൻ പര്യാപ്തമല്ല. അപ്പൊ ഞാൻ ദേഹമല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പേരാണ് വിദേഹൻ എന്ന്. അതുകൊണ്ട് ജനകന് അങ്ങനെ പേരും കൂടുണ്ട്, വിദേഹം എന്ന്. വിദേഹ രാജധാനിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇനിയും ഈ രാമനിൽ, ഈ ജന്മത്തിലല്ല, രാമൻ ജന്മ പരമ്പരയിലൂടെ കടന്നു വന്ന ആളാണ്, ദശരഥ പുത്രനാണ്. അവതാരമാണെങ്കിലും ദശരഥന്റേതായ അല്ലെങ്കിൽ കൗസല്യയുടേതായ ബീജദോഷങ്ങളും സങ്കല്പദോഷങ്ങളും ധാരാളം കടന്നുകൂടിക്കൊണ്ടുന്ന ഒരാളാണ് രാമൻ. അതൊക്കെ രാമനിൽ ഉണ്ടാവാം. അതുകൊണ്ട് അങ്ങനെയുള്ള ജന്മാന്തരവാസനകൾ രാമനിൽ ഉറഞ്ഞ് കല്ലുപോലെ കട്ടിപിടിച്ച് കിടപ്പുണ്ടാവും. അതിനെ കൂടി അലിയിച്ചു പുറത്ത് കടന്നെങ്കിൽ മാത്രമേ ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ പറ്റൂ. ജന്മാന്തരങ്ങളായ ദുർവാസനകൾ ഉള്ളിൽ കട്ടിപിടിച്ചിരിക്കുന്നവർക്ക് ആത്മജ്ഞാനം ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഗൗതമ പത്നിയായ അഹല്യയെ ശിലാരൂപത്തിൽ കാണിച്ചു. എന്ത് ചെയ്യണം? രാമ അതിലേക്ക് സ്പർശിക്കൂ, അതിനെ അലിയിച്ച് ലയിപ്പിച്ച്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഉള്ളിൽ കട്ട പിടിച്ചു കിടന്നിരിക്കുന്ന ജന്മാന്തര വാസനകളെ, ഈ കല്ലുപോലെ കിടന്ന വാസനകളെ അലിയിച്ച് ലയിപ്പിച്ച് ശാന്തമാക്കണം. ഇനിയും വിദേഹത്തിലേക്ക് പോകാനുള്ള യോഗ്യതയായി, ജനകപുരിയിലേക്ക് എത്താനുള്ള യോഗ്യതയായി. അങ്ങനെ ഇവർ മൂവരും ഗംഗാ നദിയുടെ തീരത്തെത്തും. ഗംഗ അക്കരെ കടന്നാൽ വിദേഹ രാജധാനിയായി. അവിടെ അക്കരെ കടക്കണമെങ്കിൽ വള്ളം വേണം. അപ്പൊ ആദ്യം വിശ്വാമിത്രൻ വള്ളത്തിൽ കയറി, തൊട്ടുപുറകെ ലക്ഷ്മണൻ കയറി. രാമൻ വള്ളത്തിൽ കയറിയപ്പോൾ ആ തോണിക്കാരൻ രാമനോട് പറഞ്ഞു, നിൽക്കൂ രാമ, കാല് കഴുകിയിട്ട് എന്റെ വള്ളത്തിൽ കയറാവൂ. രണ്ടുപേരും അന്തം വിട്ടു വന്നു. വിശ്വാമിത്രൻ അത്ഭുതപ്പെട്ടു, ലക്ഷ്മണൻ. അവർക്ക് രണ്ടുപേർക്കും കാല് കഴുകണ്ട, രാമൻ മാത്രം കാല് കഴുകിയേ ഈ വള്ളത്തിൽ കയറാവൂ. മറ്റൊരു കയറി കഴിഞ്ഞു, അവർക്ക് കാല് കഴുകാൻ വേണ്ട. അപ്പൊ രാമന്റെ പാദം ഇത്രയ്ക്ക് നികൃഷ്ടമാണോ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചു. അത്ഭുതത്തോടെ ആശങ്കയോടെ ഒന്നും ചോദിക്കാൻ നിൽക്കുന്ന കണ്ടപ്പോൾ വള്ളക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റൊന്നും കൊണ്ടുമല്ല, രാമന്റെ പാദത്തിലെ പൊടികൾ, ധൂളികൾ വീണപ്പോൾ ഒരു കല്ല് ഞാനൊരു സുന്ദരിയായ ഗൗതമപത്നിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ കല്ലവിടെ നഷ്ടപ്പെട്ടു, ഇല്ലണ്ടായി.
അതേപോലെ വല്ല ശാപവും കാത്തു കിടക്കുകയാണോ ഈ വള്ളം എന്ന് ആർക്കറിയാം? രാമന്റെ പാദധൂളികൾ വീണ് കഴിയുമ്പോൾ ഈ വള്ളം പറയുകയാണ്, ഞാൻ ഒരു സുന്ദരിയായ യക്ഷപത്നിയായിരുന്നു, ശാപം കൊണ്ട് വള്ള രൂപത്തിൽ വന്നതാണ്. രാമന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ എനിക്ക് മോക്ഷം കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ഞാനിതാ പോകുന്നു. പോയാൽ നിങ്ങളെ അക്കരയ്ക്ക് വിടാൻ പറ്റില്ല, വള്ളമില്ലല്ലോ, അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് കാല് കഴുകിയതിനു ശേഷം മാത്രമേ വള്ളത്തിൽ കയറാവൂ എന്നൊരു തമാശ രൂപത്തിൽ ഒരു നിർദ്ദേശം അതിൻ്റെ അകത്ത് നമുക്ക് വെറുതെ വായിച്ച് ചിരിക്കാനുള്ള ചിന്തിക്കാനുള്ളത്. ഇതിൽ നിന്നും കവി ഒരു കാര്യം കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. രജോ ഗുണത്തെ മുഴുവൻ ഇക്കരെ കളഞ്ഞിട്ട് വേണം ഗംഗയ്ക്ക് അപ്പുറം കടക്കാൻ. രജോ ഗുണം കൊണ്ട് പോയാൽ ആത്മജ്ഞാനം സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ രാമനിലുള്ള രജസ് പൊടി, രജോ ഗുണത്തിന്റെ പ്രതീകമായ രജസിന് മുഴുവൻ ഇവിടെ ജ്ഞാനം വേണ്ടത് രാമനാണ്. അതുകൊണ്ട് രാമന്റെ കാലിലെ രജോ ഗുണത്തെ മുഴുവനും ഇക്കരെ കഴുകി കളഞ്ഞിട്ട് പരിശുദ്ധനാക്കി രാമന് വിദേഹ രാജധാനിലേക്ക് കൊണ്ടുപോകാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാമൻ അവിടെ ത്രയംബകം എന്നൊരു വില്ലിനെ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. അത് നമ്മുടെ സുഷുമ്ന നാഡിയുടെ ഒരു പ്രതീകമാണ്. ആ സുഷുമ്ന നാഡി പോലെ വളഞ്ഞ് ഇരിക്കുന്ന ആ ആയുധത്തെ നിവർത്ത് പിടിച്ച് നിവർന്നിരുന്ന് ധ്യാന നിമഗ്നനായി ആത്മജ്ഞാനത്തെ സ്വീകരിക്കാൻ പര്യാപ്തമാക്കാൻ വേണ്ടി അതിന്റെ പ്രതീകമായ ഒരു വില്ല് രൂപത്തിലുള്ള ഇതിനെ കാണിച്ചു കൊടുത്തു. രാമൻ അതിനെ അനായാസമായിട്ടും വളച്ചൊടിച്ചു. അതായത് സുഷുമ്നയെ നിവർത്ത് പാകത്തിനാക്കി ഉപയോഗയോഗ്യമാക്കി മാറ്റലായിരുന്നു അവിടെ ചെയ്തത്. ഇത്രയും ആയാൽ മാത്രമേ ആത്മജ്ഞാനം സ്വീകരിക്കാൻ പറ്റൂ. ഇതിന്റെ പരിണത ഫലമായി രാമന് ആത്മജ്ഞാനത്തിന് പ്രതീകമായി സീത കിട്ടി. അപ്പൊ സീത എന്ന ആത്മജ്ഞാനവും സ്വീകരിച്ചുകൊണ്ട് ഇത്രയും രാമനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ബാലകാണ്ഡത്തിലെ കഥയുടെ ഒരു സാരാംശമാണ് ഞാൻ ഈ പറഞ്ഞത്, മുഴുവൻ പറഞ്ഞില്ല. അതിലെ പ്രധാനപ്പെട്ട അംശങ്ങൾ മാത്രം എടുത്തിട്ട് അയോധ്യ, ദശരഥൻ, അതേപോലെ രാമലക്ഷ്മണന്മാർ, വിശ്വാമിത്രൻ, താടക, മാരീച സുബാഹുക്കൾ, അതേപോലെ ഗൗതമപത്നിയായ അഹല്യ, തോണിക്കാരൻ, ഇനി അക്കരെ കടന്നു. ഇത്രയും വരെ അക്കരെ കടന്ന് സീതാസ്വയംവരം എന്ന കഥ വരെയാണ് ബാലകാണ്ഡത്തിലെ വിഷയം. അപ്പൊ ഇത്രയും കാണ്ഡത്തിൽ കൂടി കവി ആവിഷ്കരിച്ചത് ഒരു മനുഷ്യജീവന്റെ ഉൽപ്പത്തി മുതൽ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കൽ ആത്മജ്ഞാനം നേടുമ്പോൾ മാത്രമാണ്. ബാക്കിയൊക്കെ രാമൻ ആ കൊട്ടാരത്തിന് പഠിച്ചു കഴിഞ്ഞാണ്. ആയുധവിദ്യകളും വേദവും ബാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്. ആത്മജ്ഞാനത്തിന് വേണ്ടിയാണ് വിശ്വാമിത്രൻ രാമനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ രാമൻ വിദേഹ രാജധാനിയിലെത്തി വില്ലൊടിച്ച് സീതയെ സ്വീകരിച്ച് ആത്മജ്ഞാനവും കൂടെ നിന്നുകൊണ്ട്, ഇനിയും മനുഷ്യ ജീവിതത്തിന് അങ്ങുവരെയും ഇതൊരു ബലമാണ്. കുട്ടികളായിരിക്കുമ്പോൾ ആദ്യം ശീലിക്കേണ്ടത് ഈ ആത്മജ്ഞാനത്തിന്റെ ബലമാണ്. ആ ബലത്തോടുകൂടി രണ്ടാമത്തെ ആശ്രമമായ ഗൃഹസ്ഥാശ്രമത്തെ അഭിമുഖീകരിച്ചാൽ എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ടാകും. ഇന്ന് കുട്ടികൾക്ക് കരുത്ത് നഷ്ടപ്പെട്ട് തന്നെയാണ് രണ്ടാമത്തെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഒന്നിനെയും അഭിമുഖീകരിക്കാൻ പറ്റില്ല, ഒന്നിനോടും പൊരുത്തപ്പെടാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു യുവതലമുറയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ രാമായണ കഥയുടെ പ്രസക്തി. ഈ രാമായണ കഥ എക്കാലത്തും മനുഷ്യ ജീവിതത്തിൽ പ്രസക്തമാണ്. ഒരു കാലഘട്ടത്തിലേക്കോ ഒരു വ്യക്തിക്കോ വേണ്ടി മാത്രമുള്ളതല്ല. അങ്ങനെ രാമലക്ഷ്മണന്മാർ, ലക്ഷ്മണൻ സ്വപ്നാവസ്ഥയാണ്. രാമൻ മാത്രമേ ഉള്ളൂ ജാഗ്രതത്തിനാണ് ഈ വിവാഹം വേണ്ടതും, ജാഗ്രതത്തിനാണ് ആത്മജ്ഞാനം സ്വീകരിക്കേണ്ടതും ഒക്കെ ജാഗ്രതത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് വിശ്വാമിത്രൻ രാമനെ ആത്മജ്ഞാനത്തെ പ്രതീകമായി സീതയെ സ്വീകരിച്ചു. ഇനിയും ഇവർക്ക് പോകേണ്ടത് അടുത്ത ആശ്രമത്തിലേക്കാണ്. അത് ഇനിയും അയോധ്യയിലേക്ക് പോവാണ്. ജനകപുരിയിൽ നിന്നും വിദേഹത്തു നിന്നും അയോധ്യയിലേക്ക് പോവാണ്. ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്നുറപ്പിച്ച് ആത്മജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് കടക്കുമ്പോൾ, അതായത് കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, പ്രതിബന്ധങ്ങൾ ഏറെ ഉണ്ടാകാം, തടസ്സങ്ങൾ ഏറെ ഉണ്ടാകാമെന്ന് കാണിക്കാൻ
ആദ്യം തന്നെ പരശുരാമൻ രംഗത്തുണ്ട്. പരശുരാമൻ ഇവരെ തടയുകയാണ്. ഇതൊരു തടസ്സമാണ്. വിവാഹം കഴിഞ്ഞ് സന്തോഷകരമായി അയോധ്യയിലേക്ക് യാത്ര പുറപ്പോൾ ആദ്യത്തെ തടസ്സം ഇവിടെ മുതൽ രാമന്റെ ജീവിതം അന്തിമ നിമിഷം വരെ തടസ്സങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഇത് രാമന് മാത്രമല്ല, നമുക്കെല്ലാം കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഓരോ തരം തടസ്സങ്ങൾ, അതിൻ്റെ ഒരു പ്രതിനിധിയാണ്, പ്രതീകമാണ് വിശ്വാമിത്രൻ. അതുകൊണ്ട് വിശ്വാമിത്രനിലൂടെ ഇത് അവതരിപ്പിച്ചു. പക്ഷെ അവിടെയൊക്കെയും വിനയം കൊണ്ട് ആ തടസ്സത്തെ അതിക്രമിക്കാൻ രാമന് സാധിച്ചു. യുദ്ധം കൊണ്ടല്ല. ഇവിടെ പരശുരാമനായിട്ട് യുദ്ധമല്ല ചെയ്തത്. പിന്നെന്താണ്? വിനയപൂർവമായ തന്റെ സംഭാഷണം കൊണ്ട് ഏത് വലിയ കുടുംബജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇവിടുന്ന് കിട്ടിയ വിനയം എന്ന വിദ്യാഭ്യാസത്തിന്റെ മനോഹരമായ ലക്ഷ്യമാണ്. ഇതില്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം കൊണ്ടും കാര്യമില്ല. ഈ വിനയാന്വിതനായി പെരുമാറാൻ സാധിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ നേടാനാവാത്ത ഒന്നുമില്ല. ആത്മജ്ഞാനം നേടിയ ഒരാൾക്ക് വിനയപൂർവ്വമേ പെരുമാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രാമൻ വളരെ വിനീതനായി വിനയപൂർവ്വം പെരുമാറി. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് അക്കരെ. ഇനിയും അക്കരെ കടന്നാൽ അയോധ്യ. അതാണ് യുദ്ധജീവിക്ക് കീഴ്പ്പെടുത്താനാവാത്ത തന്നെയാണ്. അവിടേക്ക് ആത്മജ്ഞാനവുമായി കടന്നു ചെന്നാൽ എന്ത് തരം പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് രാമനുണ്ടാകും. അതുകൊണ്ടാണ് അവിടെ ചെന്ന് അധിക നാളുകൾക്കകം സിംഹാസനം ഉപേക്ഷിച്ച് യുവരാജത്വം ഉപേക്ഷിച്ച് വനാന്തരത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള കരുത്ത് രാമനുണ്ടായി. ഒരു വൈഷമ്യവും മുഖത്തില്ല, മുഖത്തൊരു സങ്കടം പോലും ഇല്ല, കണ്ണുനീരില്ല. കാരണം ഇതിനെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ രാമനെ ശക്തനാക്കിയത് ഈ സീത എന്ന ആത്മജ്ഞാനത്തിന്റെ കൂടെയുള്ള ആ ഒരു പ്രതീകത്തിന്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ വസിഷ്ഠാദികളൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടും രാമൻ അതിന് കൂട്ടാക്കിയില്ല. ദശരഥനെ തടവിലാക്കിയിട്ടാണെങ്കിൽ പോലും രാജ്യം സ്വീകരിക്കണം ക്ഷത്രിയ ധർമ്മമാണ് എന്ന് ധർമ്മശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും എല്ലാം കൂട്ടി ചെയ്ത് പല വിധത്തിൽ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടും രാമൻ അതിന് തയ്യാറായില്ല. കാരണം മനുഷ്യ ജീവിതത്തിൽ ഇതേപോലെയുള്ള അനേക തരത്തിലുള്ള ദുർഘടങ്ങൾ, വിഷമതകൾ, ആപത്തുകൾ, ഗ്രഹപ്പഴകൾ വന്നുകൊണ്ടേയിരിക്കും. അതിനെല്ലാം പരിഹരിച്ചു പോകാൻ നമുക്കാവില്ല. അതിനെ അതിജീവിക്കാനുള്ള കരുത്താണ് ഉണ്ടാവേണ്ടത്. ഇത് രാമന് കിട്ടി. എന്തുകൊണ്ട്? ആത്മജ്ഞാനം കിട്ടിയത് കൊണ്ട്. അതിന് പ്രതീകമായിട്ട് സീതയെ കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആത്മജ്ഞാനം നേടുന്ന ഒരാൾക്ക് എന്തെന്ത് കുടുംബജീവിതത്തിലെ വിഷമതകൾ വന്നാലും അതിനെ തരണം ചെയ്യാൻ പറ്റും. അങ്ങനെ ആരൊക്കെ ആവശ്യപ്പെട്ടിട്ടും, സ്വന്തം പിതാവും മാതാവും ആവശ്യപ്പെട്ടിട്ടും, സഹോദരന്മാർ ഭരതാദികളൊക്കെ ആവശ്യപ്പെട്ടിട്ടും, കുലഗുരുവായ വസിഷ്ഠൻ ആവശ്യപ്പെട്ടിട്ടും രാമോ ദുർനാഭിഭാഷതേ, രാമൻ രണ്ടായി പറയില്ല. ഒന്ന് പറഞ്ഞാൽ അത് അനുഷ്ഠിക്കുക തന്നെയാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ധർമ്മം. രാവിലെ എന്ന് പറയുക, ഉച്ചയ്ക്കെന്ന് പറയുക, വൈകിട്ടെന്ന് പറയുക. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു അടവ് രാമൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വൈകുന്നേരം പറയും ഞാൻ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു ഭരണാധിപന്റെ കടമയല്ല. അതുകൊണ്ട് രാമോ ദുർനാഭിഭാഷതേ, രാമൻ രണ്ടാക്കി പറയില്ല, ഒന്നേ പറയൂ, അത് പറഞ്ഞ് നടപ്പാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അച്ഛന്റെ വാക്കു സ്വീകരിച്ച് വനത്തിൽ പോകും നിശ്ചയിച്ചാൽ അത് ഉറപ്പാണ്. ആ വഴിയിലേക്ക് പോകുക തന്നെയും, ആരൊക്കെ എതിർത്താലും അതിലേക്ക് പോകുക തന്നെയും എന്നുള്ള രാമന്റെ നിശ്ചയദാർഢ്യത ഉള്ളിലുള്ള ആത്മജ്ഞാനത്തിന്റെ കരുത്തുകൊണ്ടാണ്, ബലം കൊണ്ടാണ്. അല്ലെങ്കിൽ ആരും തയ്യാറാവില്ല. അച്ഛനെ കൊന്നിട്ടാണെങ്കിൽ പോലും രാജ്യം സ്വീകരിക്കാൻ തയ്യാറാവും. അനുജന്മാരെ കൊണ്ട് കലഹമുണ്ടാക്കിയാലും ഞാൻ മൂത്താൾ, എനിക്ക് രാജ്യം സ്വീകരിക്കണം എന്നേ ആകൂ. നിയമാനുസരണം ഇതൊക്കെ വേണ്ടതുമാണ്. പക്ഷെ അവിടെയൊക്കെയും രാമൻ ഈ ആത്മജ്ഞാനത്തിന്റെ കരുത്തുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബലം നേടിയെടുത്തിട്ട് താൻ സന്തോഷവാനായി 14 വർഷക്കാലം വനാന്തരത്തിൽ വസിക്കാൻ വേണ്ടി യാത്രയാവും. സീതയ്ക്കും ആത്മജ്ഞാനമായ സീതയും കൂടെ പോയേ പറ്റൂ.
ആത്മജ്ഞാനം ഇല്ലാതെ രാമന് വനത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അയോധ്യയേക്കാൾ ദുഷ്ടത നിറഞ്ഞതാണ് വനങ്ങൾ. ദുഷ്ട മൃഗങ്ങളുണ്ട്, ദുഷ്ടജീവികളുണ്ട്, താപസന്മാരുണ്ട്. ഇതെല്ലാം കലർന്ന ഒരിടമാണ് ഈ വനം. ആ വനത്തിലേക്കാണ് രാമനിനി യാത്രയാവേണ്ടത്. അതുകൊണ്ട് രാമൻ സീതയോടും ലക്ഷ്മണനോടൊപ്പം, ലക്ഷ്മണൻ സ്വപ്നമായിട്ട് കൂടെ നിന്ന് മാറാൻ പറ്റില്ല, ലക്ഷ്മണൻ കൂടെ ഉണ്ടാവും. ലക്ഷ്മണനോടും സീതയോടൊപ്പം ആത്മജ്ഞാനവും സ്വപ്നത്തിന്റെ പ്രതീകമായ ലക്ഷ്മണനും ചേർന്ന് ഇവർ വനാന്തരത്തിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് ചിത്രകൂട പർവ്വതമൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഇവര് അകത്തേക്ക് പഞ്ചവടിയിലേക്ക് പോകുന്ന വഴിക്ക് ഇത് കുറെ ആശ്രമത്തിൽ കയറി ഇറങ്ങുന്നുണ്ട്. രാമായണത്തിൽ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അറിയാം. എന്താണ്, ഭരദ്വാജൻ തുടങ്ങി പല പല ആശ്രമത്തിൽ കയറും. ഒരു പക്ഷെങ്കിൽ അവതാരവരിഷ്ഠനായ രാമന് ഈ ആശ്രമത്തിൽ കയറി മുനിമാരെ കണ്ട് ഉപദേശം സ്വീകരിക്കേണ്ട ആവശ്യം വാസ്തവത്തിലില്ല. പക്ഷെ രാമൻ ഇപ്പോഴും മനുഷ്യനാണ്. മനുഷ്യൻ എങ്ങനെ ജീവിച്ച് കാണിക്കണം എന്ന് ഉദാഹരിക്കാനാണ് രാമൻ മനുഷ്യനായി അവതരിച്ചത്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയും, സ്വയം മർത്യ അവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം. ഇതൊരു മർത്യാവതാരമാണ് രാമന്റെ, ഈശ്വരാവതാരമല്ല. സ്വയം മർത്യാവതാര തവ ഖലു നിയതം. എന്തിനു വേണ്ടിയാണ്? മർത്യശിക്ഷാർത്ഥമേവം. മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ശിക്ഷയ്ക്ക് വേണ്ടിയാണ്, എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് രാമൻ ഒരു മനുഷ്യനായി അവതരിച്ചു വേണ്ടേ പഠിപ്പിക്കാൻ. ഈശ്വരനെ അവതരിപ്പിച്ചാൽ അത് പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ രാമൻ അനായാസമായും ഈ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ഋഷിമാരുടെ ഉപദേശം ആവശ്യമാണ്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്ന ഒരു യുവാവും ഒരു യുവതിയും ക്ഷേത്രങ്ങളിൽ, ആശ്രമങ്ങളിൽ അനുസ്യൂതമായി സഞ്ചരിച്ച് അവിടെ നിന്നും കിട്ടുന്ന ഈശ്വര ബലവും ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആത്മോപദേശത്തിന് ബലവും സ്വീകരിച്ചു പോയില്ലെങ്കിൽ ഈ ആത്മജ്ഞാനം നഷ്ടപ്പെടും. അങ്ങനെയാണ് ഗാർഹസ്ഥ്യ ജീവിതം. അതെപ്പോഴും ഉള്ള ആത്മജ്ഞാനത്തെ നഷ്ടപ്പെടുത്താൻ പര്യാപ്തമാണ്. നമ്മുടെ ചുറ്റുമുള്ളത് മുഴുവൻ ദുഷ്ടതകളും ദുശ്ചിന്തകളും അതേപോലെ കൽമഷങ്ങളും മാത്രമാണ് ചുറ്റുമുള്ളത്. അതിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ അതിൻ്റെ അടിമയായിട്ട് നമ്മൾ മാറിപ്പോയേക്കാം. അങ്ങനെ പോകാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഏകമായൊരു വഴി ഗുരുക്കന്മാരുടെ ഉപദേശമാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുക്കന്മാരെ കണ്ട് ഉപദേശങ്ങൾ സ്വീകരിക്കണം. അവര് പറയും, ഈ വഴി പൊക്കോളൂ, ഇതുവഴി പോകരുത്, ഇതാണ് നല്ല വഴി, ഇവിടെ താമസിച്ചോളൂ എന്നൊക്കെ അവർ ഉപദേശിച്ചു തരും. അങ്ങനെ ഈശ്വര ശക്തിയുടെ ബലവും ഗുരുപദേശവും കൂടി ചേർന്നെങ്കിൽ മാത്രമേ ഒരു ഗാർഹസ്ഥ്യ ജീവിതം സമ്പന്നമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എങ്ങനെ ഗാർഹസ്ഥ്യ ജീവിതം സമ്പന്നമാക്കാം എന്ന് ഈ രാമൻ സ്വന്തം ഉദാഹരണ കഥയിൽ കൂടി ബോധ്യമാക്കി. അതിനുവേണ്ടിയാണ് ഓരോ ആശ്രമത്തിനും കയറി ഇറങ്ങിയിട്ട് വാൽമീകി മഹർഷിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരൂ ഇവിടെ ഈ വനത്തിൽ നിന്ന്. വാൽമീകി അത്ഭുതപ്പെട്ടു പോയി. വാൽമീകിക്ക് അറിയാം ഈ ഈശ്വരന്റെ അവതാരം തന്നെയാണ്, മനുഷ്യനെ അവതരിച്ചതാണ്. അങ്ങയ്ക്ക് ഇതൊക്കെ അറിയാം, അങ്ങയ്ക്ക് താമസിക്കാൻ ഞാനിവിടെ സ്ഥലം കാണുക. അങ്ങില്ലാത്ത ഈ സ്ഥലം പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇവിടെ താമസിച്ചോളൂ എന്ന് പറയാൻ പറ്റൂ. അങ്ങില്ലാത്ത സ്ഥലമൊന്നുമില്ല, എല്ലായിടത്തും അങ്ങ് നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോൾ ഇവിടെ ഇരിക്കൂ എന്ന് പറയാൻ ഞാൻ ആരാണ്? എങ്കിലും ദശരഥപുത്രനായ മനുഷ്യഭാവത്തിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറയാം, ഇതിനിടയ്ക്കൽ പർണശാല കെട്ടിയുണ്ടാക്കി അവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നത് വാൽമീകിയാണ്. രാമന് പോലും ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾക്ക് എവിടെ താമസിക്കണം, എന്ത് ജോലി വേണം, ഏതു പത്നി വേണം, എങ്ങനെ ധനം സമ്പാദിക്കണം, ഇതെല്ലാം ഉപദേശിച്ചു തരാൻ ഗുരുക്കന്മാർ ഭാരതത്തിൽ അന്നു മുതലുണ്ട്, ഇന്നുമുണ്ട്. അവരെ കണ്ടെത്തി അവരിൽ നിന്നും ഗുരുപദേശം സ്വീകരിച്ചിട്ടേ മുമ്പോട്ട് പോകാവൂ എന്ന് ഈ രാമായണ കഥയിൽ കൂടി ഈ രാമൻ കയറി ഇറങ്ങി 4 or 5 ആശ്രമത്തിൽ കയറി ഇറങ്ങുന്നു. ആ ആശ്രമത്തിനും കിട്ടിയ വരങ്ങൾ, ഉപദേശങ്ങൾ, ഭൗതിക ലോക ജീവിതത്തെ നേരിടാൻ വരുമ്പോൾ കള്ളത്തരങ്ങൾ ധാരാളം ഉണ്ടാകും. ആ കള്ളത്തരങ്ങളെ തിരിച്ചറിയാനുള്ള ഉപകരണമായിട്ട്
അവർക്കൊരു മുദ്രമോതിരവും അതേപോലെ ശിരോഭൂഷണമായ ഒരു രത്നവും ഒരു പടച്ചട്ടയൊക്കെ അവർക്ക് കൊടുത്തു. ഫീതയ്ക്ക് ചില അനുഗ്രഹങ്ങളും കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സുരക്ഷാ കവചത്തോടു കൂടി മാത്രമേ ഭൗതിക ലോക ജീവിതത്തിന്റെ ഏറ്റവും ദുർഘടമായ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാവൂ. അവിടെ കടന്നു കഴിഞ്ഞാൽ ഏത് തരത്തിൽ ഇടുന്നൊക്കെയാണ് ദുഃഖവും ആപത്തും വരുന്നതെന്ന് അറിയില്ല, വന്നു കഴിഞ്ഞാൽ അറിയൂ. അങ്ങനെ രാമൻ ഈ അഗസ്ത്യ മഹർഷിയുടെയും അരുന്ധതിയുടെയും അനുഗ്രഹം വാങ്ങിച്ച് അവരിൽ നിന്ന് ആയുധങ്ങളും ചൂടാമണിയും അങ്കുലിയും ഒക്കെ വാങ്ങിച്ചിട്ട്, ഇതൊക്കെ രാമൻ ആവശ്യമുണ്ടോ? ഈശ്വരനല്ലേ. ഈ ഒരു ചൂടാമണി എന്തിനാണ്? ഈ ഒരു മോതിരം എന്തിനാണ്? രാക്ഷസമായ ബാധിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇതേപോലുള്ള രാക്ഷസന്മാരുടെ മായകൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വന്ന് നമ്മളെ എന്ത് ചെയ്തേക്കാം? അടിമയാക്കി അധപ്പതിപ്പിച്ചേക്കാം. അത് വരാതിരിക്കാൻ ഗുരുവിന്റെ അടയാളം, ഭക്തിയുടെ അടയാളം കയ്യിലുണ്ടാവണം. അതോടുകൂടി വേണം മുമ്പോട്ട് ജീവിച്ചു പോവാൻ. എത്ര ഉദാഹരണങ്ങളെ കാണിച്ചില്ല. അങ്ങനെ ഇതും സ്വീകരിച്ചുകൊണ്ട് ഈ പഞ്ചവടിയിലൂടെ കടന്നു പോകുമ്പോൾ ശൂർപ്പണഖ എന്ന ഒരു രാക്ഷസിയുടെ മുമ്പിൽ ചെന്ന് ഇവർ അകപ്പെടുന്നുണ്ട്. ആ ശൂർപ്പണഖ വേഷപ്രച്ഛന്നയായിട്ടാണ് വന്നത്. അവൾ പലതരത്തിലുള്ള വ്യാമോഹം കൊണ്ട് ഇവരെ കാമാതുരാരാക്കി അടിമപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം. ഇതേപോലെ പല പല കാമനകൾ വാഗ്ദാനം ചെയ്ത് നമ്മെ അകപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ശൂർപ്പണഖമാരെ പോലെയുള്ള ദുഷ്ട കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റും ഏറെയുണ്ട്. ബിവെയർ എബൌട്ട് ദെയർ. അവരെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരിക്കണം എന്ന് രാമൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്താം. ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് വരുന്ന അറിയില്ല. ഇതിനെ ഒരു കണക്കിന് ശൂർപ്പണഖയെ ഒതുക്കി പരിഹരിച്ച് പറഞ്ഞു വിട്ടു. എന്നിട്ട് ആ അതിഭയങ്കരമായ ദണ്ഡകവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാമൻ രണ്ടുപേർക്കും ഓരോ ഉപദേശം കൊടുക്കും. ലക്ഷ്മണ, വില്ലുമമ്പും കുലച്ച് മുമ്പിൽ നിന്നുകൊള്ളൂ. രാക്ഷസന്മാർ ഏറെയുണ്ട് ഇവിടെ. മുനിമാരൊക്കെ ഈ ദണ്ഡകവനം വിട്ടു പോയിരിക്കുകയാണ്. അവരാരും ഇവിടെ ഇല്ല. ഈ രാക്ഷസന്മാരെ ഭയന്ന് പോയിരിക്കുകയാണ്. ദുഷ്ടമൃഗങ്ങൾ പോലും ഇവിടെ ഉണ്ടാവില്ല. ആരാ ദുഷ്ടമൃഗങ്ങൾ? സിംഹം, കരടി, പുലി ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം അവർക്കൊക്കെ ഈ രാക്ഷസന്മാരെ പേടിയാ. അവരൊക്കെ ഇവിടം വിട്ട് പോയിരിക്കുകയാണ്. രാക്ഷസന്മാരുടെ അധിവാസം കൊണ്ട് നിറഞ്ഞതാണ് ദണ്ഡകവനം. അതുകൊണ്ട് ലക്ഷ്മണ സൂക്ഷിച്ചു പോയിക്കോളും. എന്നല്ല, അമ്പും വില്ലും കുലച്ച് കയ്യിൽ പിടിക്കണം. എപ്പോഴാണ് ഇവരുടെ വരവെന്നറിയില്ല. ഇനിയും ഇവരെ മായാവികളാണ്, വേഷപ്രച്ഛന്നരായിട്ടാണ് വരിക. അവരെ തിരിച്ചറിയാൻ ഒരു വഴിയില്ല. ചിലപ്പോൾ ഒരു വൃക്ഷത്തിന്റെ രൂപത്തിൽ മുമ്പിൽ നിൽക്കും. നമ്മൾ വിചാരിക്കും ഒരു മരമാണ്. മരമല്ലാതെ ആരാണ്? ഒരു രാക്ഷസനാണ്. എങ്ങനെ തിരിച്ചറിയും? ഇതുകൊണ്ടാണ് അഗസ്ത്യ മുനി എന്ത് ചെയ്ത് രാക്ഷസമായ തിരിച്ചറിയാനുള്ള മോതിരവും ഇതൊക്കെ പുറത്തു വിട്ട കൊണ്ടാണ്. കൊണ്ട് ലക്ഷ്മണ സൂക്ഷിച്ചു പൊക്കോളൂ, അതിഭയാനകമാണ് ഈ വനം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തി സീതയെ നടുക്ക് നിർത്തി രണ്ടുപേരുടെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ടാണ് ദണ്ഡകവനത്തിൽ കൂടി യാത്ര പോകുന്നത്. ആ ദണ്ഡകവനത്തിൽ വെച്ചാണ് ഒരു പൊന്മാനെ കണ്ട് രാമൻ അതിന്റെ പുറകെ പോകും. കഥയൊന്ന് ട്വിസ്റ്റാക്കാണ്. ജീവിതത്തിലെ അനുഭവത്തിലേക്ക് നമ്മളെ വീണ്ടും കൊണ്ടുപോകാൻ. എത്ര വലിയ ആത്മജ്ഞാനം സ്വീകരിച്ച് കരുത്തുറ്റവനാണെങ്കിലും ചില ചെറിയ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സൊന്ന് പതറിപ്പോയാൽ ഈ ആത്മജ്ഞാനം നഷ്ടപ്പെട്ടു. അത് നമ്മളെ ബോധ്യപ്പെടുത്തുക. രാമൻ അറിയാം, ഇപ്പൊ ലക്ഷ്മണനോട് പറഞ്ഞതേ ഉള്ളൂ, കൊടുങ്കാടാണ്, ദുഷ്ടമൃഗങ്ങൾ പോലും ഇതിനകത്ത് വരില്ല എന്ന് പറഞ്ഞ രാമൻ ഒരു മാനിനെ കണ്ടു. എങ്ങനെ കാണാൻ പറ്റും? മാൻ ഇവിടെ വരില്ല എന്നുള്ള ഉറപ്പല്ലേ? മാൻ ഇവിടേക്ക് ഉണ്ടാവില്ല, ഉറപ്പാണ്. അപ്പൊ പിന്നെ ഇവിടെ കണ്ടത് എന്താണ് എന്നൊരു തിരിച്ചറിവ് വാസ്തുത ഉണ്ടാകണം. അതുണ്ടായില്ല. അതും ഒരു പൊന്മാൻ. മാൻ പോട്ടെ, ഒരു പൊന്മാൻ. ഇത് രാമൻ അറിയാൻ ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഒരു നിമിഷം ബുദ്ധിശ്ചേത് അപഥോന്മുഖി, ബുദ്ധി വഴിവിട്ടുപോയാൽ
കുതശ്ചേത് അനർത്ഥ, എങ്ങനെ അനർത്ഥം ഉണ്ടാവാതിരിക്കും? ഏത് വലിയ മഹാന്മാർക്കും ഏത് വലിയ ആത്മജ്ഞാനം നേടിയവർക്കും ഒരു നിമിഷം ബുദ്ധി വഴിപിഴച്ചു പോയാൽ എങ്ങനെ അനർത്ഥം ഉണ്ടാവാതിരിക്കും? കൊടിയ അനർത്ഥത്തിലേക്ക് ചെന്ന് ചേർന്നു. ഇത് കാണിക്കാനാണ് രാമന് പൊന്മാന്റെ പുറകെ പോയിരുന്നത്. ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പോകുന്നത് ആത്മജ്ഞാനത്തിന്റെ പ്രതീകമായ സീത കൂടെ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം? ഒരു നിമിഷം ബുദ്ധി വഴിപിഴച്ചാൽ ഈ ആത്മജ്ഞാനം നഷ്ടപ്പെടും, ഉറപ്പാണ്. അങ്ങനെ പൊന്മാന്റെ പുറകെ പോയത് കൊണ്ടാണ് ആരെ നഷ്ടപ്പെട്ടത്? സീത ആത്മജ്ഞാനത്തിന് പ്രതീകമാണ്. ഇതുവരെ കണ്ണിൽ എണ്ണയൊഴിച്ചു കൊണ്ട് നടന്ന ആത്മജ്ഞാനത്തെ നഷ്ടപ്പെട്ടു. ഇനി ആത്മജ്ഞാനം നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യജീവിതത്തിനുണ്ടാകുന്ന ദുരന്ത അനുഭവങ്ങൾ ഈ അടുത്ത 4 കാണ്ഡങ്ങളിൽ കൂടി വാൽമീകി വരച്ചു കാണിക്കാം. ഇപ്പൊ ബാലകാണ്ഡവും അയോധ്യകാണ്ഡമായി. ഇനിയും എന്താണ്? അവിടെ കിഷ്കിന്ധ മുതൽ ആരണ്യം, കിഷ്കിന്ധ, അങ്ങോട്ടുള്ള ഓരോ കാണ്ഡത്തിൽ കൂടി ആത്മജ്ഞാനം നഷ്ടപ്പെട്ടാൽ, ഒരിക്കൽ നേടിയ ആത്മജ്ഞാനം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾ എത്രയോ ഉണ്ട്. എത്ര ദുരന്ത കഥകളാണ് ഈ രാമായണം മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ വരച്ചു കാണിക്കുന്ന മനുഷ്യ ജീവിതത്തെ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഒരു അനുഭവത്തെ നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കിയാണ് രാമായണം കഥയുടെ ലക്ഷ്യം എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ബാക്കി കാണ്ഡത്തിലെ കഥ അടുത്ത ക്ലാസ്സിൽ നിന്ന് സൂചിപ്പിച്ചിട്ട് ഉപസംഹരിക്കാം. ഇതിപ്പോ ഇങ്ങനെ ഒരു വഴിയുടെ അകത്ത് ഉണ്ട് എന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് രാമായണത്തെ ഈ മട്ടിൽ കണ്ടു പഠിച്ചാൽ അതൊരു ജീവിത കഥയാണ്. എങ്ങനെ ജീവിതത്തെ നന്നാക്കി കൊണ്ടുപോകാമെന്ന് കാണിക്കുന്ന ഒരു കഥ ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് അധ്യാത്മ രാമായണം എന്ന പേരിൽ നമ്മൾ അറിയേണ്ടത് എന്നൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഉപസംഹരിച്ചിട്ട് ബാക്കി അടുത്ത ദിവസം കൊണ്ട് ഈ ഒരു രാമായണത്തിന്റെ പരിപ്രേക്ഷ്യം നമുക്കൊന്ന് പൂർത്തിയാക്കാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ജയശങ്കര ജയശങ്കര നമ്പൂതിരി സാറ് ശരിക്കും ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഈ ഒരു ക്ലാസ് മിസ്സായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടമായിരിക്കും. ഈ ഒരു സത്യം പറഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എത്ര ഭംഗിയായിട്ട് അങ്ങ് ആ രാമായണത്തെ ആ സ്പിരിച്വാലിറ്റിയുമായിട്ട് ഇത്ര ഭംഗിയായിട്ട് കണക്ട് ചെയ്തു, ഇത്ര ഭംഗിയായിട്ട് അത് മനസ്സിലായി. ഇതിനുള്ളിൽ ഇത്രയും വലിയൊരു തത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് അത് അറിയുന്നത്. അങ്ങയുടെ പാദങ്ങൾ നമസ്കാരം. വലിയൊരു അറിവാണ് കിട്ടിയത്. തീർച്ചയായും വളരെ ലളിതമായി സരളമായി ഇത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കേട്ട് ഒന്നും എഴുന്നേക്കാൻ പോലും തോന്നിയില്ല. അതേപോലെ പറഞ്ഞു ഫലിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ സന്തോഷം സർ, വളരെ സന്തോഷം. വാമനേട്ടൻ, ഇതിനകത്ത് വലിയൊരു മെസ്സേജ് കൂടെ കിട്ടി. കാരണം ആഗ്രഹത്തെ ഇല്ലാതാക്കാമെങ്കിൽ കോപം ശ്രമിക്കുന്നു. അതൊരു മെസ്സേജ് തന്നെ. അതെ അതെ, നല്ല സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇല്ല, സംശയങ്ങളൊന്നുമില്ല ചേട്ടാ. വളരെ ഇപ്പൊ എന്തോ പറയണ്ട, വളരെ ഗഹനമായ ഈ ആധ്യാത്മിക തത്വത്തെ വളരെ ലളിതമായിട്ട് അതിലളിതമായ ഭാഷയിലൂടെ ആകർഷകമായ ആഖ്യാന രീതിയിലൂടെ പറഞ്ഞു തന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. വളരെ മനോഹരമായി. ശരിക്കും നമ്മള് രാമായണം എല്ലാം പലതവണ വായിച്ചു അർത്ഥങ്ങൾ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്തെങ്കിലും വളരെ ആ മാനുഷാദ എന്ന് തുടങ്ങുന്നിടം മുതൽ തന്നെ ആയിട്ട് അതിന് മറ്റൊരു അർത്ഥതലമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നു. ശരിക്കും രാമൻ മനുഷ്യന്റെ പ്രതീകമാണ് എന്നൊക്കെ നമ്മൾ പ്രസംഗിച്ച് നടക്കുമ്പോഴും ഇത്രയധികം മനോഹരമായിട്ട് മനസ്സിലാക്കാൻ വളരെ നന്നായി. ഞാനതുകൊണ്ട് കഥ പറയാതെ, കഥ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ വെറുതെ ഞാനിനി ഓരോ കാണ്ഡത്തിലും കഥ പറഞ്ഞ കാര്യമില്ല, കഥയിലെ കാര്യം വിവരിക്കാം എന്ന് വിചാരിച്ചു പോയത്. ഏതായാലും ഇരുൾ മൂടിയ മനോമുകുരങ്ങളിൽ ഈശ്വര ചൈതന്യം നിറച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം ചേട്ടാ. ജയശങ്കര. സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ രീതിയിൽ ആദ്യമായിട്ട് സാറിന്റെ ഈ ജീവിതത്തില് അത്യാവശ്യമാണ്
പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തെ ജനറേഷൻ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതും ഇപ്പൊ ഞാനിപ്പോ സാറ് പറയുന്ന ഓരോന്നും ഇങ്ങനെ ഉൾക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ രാമായണത്തിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം സാറ് ശരിക്കും ഒരു സാർ എന്നുള്ള രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിലുണ്ട്. അപ്പൊ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പുതിയ ജീവിതത്തിലേക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഒരു വഴികാട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജാണ് സാർ ഇപ്പൊ തന്നത്. ഞാൻ കുറെ നാളെ ഇടയ്ക്ക് കയറാൻ പറ്റാറില്ലായിരുന്നു. ഇന്ന് കയറിയത് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ബാക്കിയേക്കാം. അല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 44-ാമത്തെ സെഷനാണ്. 43, 42 അങ്ങനെ കാണാവുന്നതാണ്. അതിനകത്ത് അദ്വൈത ലഹരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്തായാലും സാറിന് വളരെ മൂഡിലുമാണ് കാണാൻ, വളരെ പ്രസന്നമായിട്ടുള്ള മുഖം. ആ പ്രസന്നതയിൽ നിന്ന് അങ്ങ് അത് വളരെ നല്ല ലളിതമായിട്ട് അവതരിപ്പിച്ചു. കേട്ടിരിക്കുന്ന ഞാൻ എഴുന്നേക്കണമെന്ന് പല പ്രാവശ്യം വിചാരിച്ചിട്ടും എഴുന്നേറ്റില്ല. അതിങ്ങനെ കൈയും ഇങ്ങനെ വെച്ച് ഇങ്ങനെ കേട്ടോണ്ട് ഇത്ര അധികം എന്താ പറയാ കോൺസെൻട്രേഷനിലൂടെ ഒരു ഇതിലും ഞാൻ ഇത്ര പങ്കെടുത്തിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇന്നത് വളരെ ഇരുത്തി ചിന്തിപ്പിക്കുവാനും കഴിഞ്ഞു. ഹേമലത മാഡം പറഞ്ഞ പോലെ ഇരുത്തി ചിന്തിപ്പിക്കുവാനും വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുവാനും അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട്. തലമുറയ്ക്ക് അത്യാവശ്യമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ. അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, അങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, കുട്ടികളിലൊക്കെ എത്തിക്കണം. വളരെ സന്തോഷം. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അമ്മയൊന്നും അഭിപ്രായം പറഞ്ഞില്ലല്ലോ ഇന്ന്. അമ്മ ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അമ്മ ഇന്നും അഭിപ്രായം പറയുന്നതാണ്. അതെ, ഇന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അമ്മ എനിക്ക് തിരക്കിൽ ആരോ വിരുന്നുകാരൊക്കെ ഉണ്ട് അവിടെ. മറ്റൊരു സ്ഥലത്താണ്, അവിടെ റേഞ്ചിനൊക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓട്ടെ, നമുക്ക് അടുത്ത മാസം കാണാം. അതെ, നമുക്ക് അവസാനിപ്പിക്കാം. ജയശങ്കർ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ സന്തോഷം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമുക്ക് അഹം ബ്രഹ്മാസ്മിയുടെ ക്ലാസ് വരുന്ന ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ അറിയിപ്പോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. 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 ജയശങ്കര.